നിങ്ങൾക്ക് കോള് വന്നാലും കോൾ അങ്ങോട്ട് ചെയ്താലും സ്പീക്കർ ഓൺ ചെയ്ത് വേണം സംസാരിക്കാൻ. ശരി മാഡം. അമ്മേ ഒന്ന് കേറ്. വേണ്ട, ഞങ്ങൾ പോയിക്കോളാം. അതെപ്പോ അങ്ങനെ? നിങ്ങളെ കൊണ്ടുപോകാൻ ഞാൻ വന്നത്. രഘുവേട്ടൻ വെറുതെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് പോകാനുള്ള വണ്ടി ഇപ്പൊ വരും. വണ്ടി വരുമെന്നോ? ആരാ നിങ്ങളെ കൊണ്ടുപോകാൻ വരുന്നത്? അതൊന്നും രഘുവേട്ടൻ അറിയേണ്ട കാര്യമില്ല. എനിക്ക് മോൾക്കും വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയതല്ലേ, ഇനി അത് വേണ്ട. ആരെ കണ്ടിട്ട് നിന്റെ അഹങ്കാരം എനിക്ക് അറിയാമോ? ദയാമി, ഇപ്പൊ ഈ സഹായിക്കാൻ മനസ്സ് കാണിച്ച് കൂടെ കൂടുന്നവരുടെയൊക്കെ ലക്ഷ്യം മറ്റു പലതുമായിരിക്കും. അത് ഓർത്ത് വേണം നീ സഹായം സ്വീകരിക്കാൻ. എന്റെയും കുഞ്ഞിന്റെയും കാര്യം നോക്കാൻ എനിക്കറിയാം. പിന്നെ സഹായിക്കാൻ വരുന്നവരുടെ കാര്യം. ആളുകളെ തിരിച്ചറിയാതിരിക്കാൻ ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ല. പിന്നെ രഘുവേട്ടനെ പരിചയപ്പെടുന്നവരെ ഞാനും മോളും പല പ്രതിസന്ധികളെയും അതിജീവിച്ചത് തന്നെയാ. ദയാമി, നീ തർക്കിച്ച് നിൽക്കാതെ വന്ന് വണ്ടി കയറാൻ നോക്ക്. വേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. രഘുവേട്ടന്റെ കാര്യം നോക്ക്. സ്വന്തം കുഞ്ഞിന്റെയും ഭാര്യയുടെയും കാര്യത്തില് ആദ്യം ശ്രദ്ധ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അവൻ പറഞ്ഞിട്ടാണോ എന്നെ ഇങ്ങനെ അപമാനിക്കുന്നത്? ആമി എന്ന് മുതലാ അവന്റെ വാക്കുകൾക്ക് ഇത്ര വില കൊടുക്കാൻ തുടങ്ങിയത്? അതേക്കുറിച്ചൊന്നും സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. എനിക്കൊന്നേ പറയാനുള്ളൂ, എന്നെ ഉപദ്രവിക്കരുത് പ്ലീസ്. ഞങ്ങൾക്ക് പോകാനുള്ള വണ്ടി വന്നു. അതെ, ഒന്ന് നിന്നേ. എനിക്കവനൊന്ന് കാണണം. വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കാതെ രഘുവേട്ടനൊന്ന് പോയേ. നീ എന്താ ഇവിടെ? ഞാനിവരെ തെറാപ്പിക്ക് കൊണ്ടുപോവാൻ. തെറാപ്പിക്കോ? അത് ഞാൻ കൊണ്ടുപോയിക്കോളാം. വാമി കേറ്. മറ്റുള്ളവരുടെ കാര്യത്തിൽ കാണിക്കുന്നതിന്റെ പകുതി താല്പര്യമെങ്കിലും സ്വന്തം ബിസിനസിന്റെ കാര്യത്തിൽ കാണിക്കുക. നീ ജോലിയില്ലാതെ ഒരുപാട് കാലം കഷ്ടപ്പെട്ട കാര്യം മറക്കരുത്. നീ ഉയർത്തിക്കൊണ്ടുവന്നൊക്കെ തകർന്നു വീഴാൻ അധികം സമയമൊന്നും വേണ്ട. അതുകൊണ്ട് കൃത്യമായി കമ്പനി വരാൻ നോക്ക്. ഇല്ലെങ്കിൽ ഞാനത് അടച്ചുപൂട്ടും. അല്ല, നിങ്ങളെല്ലാരും കഴിച്ചായിരുന്നോ? ഞങ്ങൾ കഴിച്ചോളാം. ആദ്യം ഇന്ദ്രേട്ടൻ കഴിക്ക. ഞാനൊരു കാര്യം ഇന്ദ്രേട്ടനോട് പറയാനിരിക്കായിരുന്നു. എന്താ സോണേ?
അമ്മയാണ് ആഹാരമൊന്നും കഴിക്കുന്നില്ല. ഞാൻ എത്ര നിർബന്ധിച്ചിട്ടും വേണ്ട വേണ്ടെന്നാ പറയുന്നത്. പുറത്തേടാനുള്ള പുതിയ തന്ത്രമായിരിക്കും. അതൊന്നും കാര്യമാക്കണ്ട. വിശക്കുമ്പോ അമ്മ വന്നിരുന്ന് കഴിച്ചോളൂ. ഇന്ദ്രേട്ടാ, അങ്ങനെയല്ല. കുറെ ദിവസങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാ. അതെ ഏട്ടാ, ജീവൻ നിലനിർത്താൻ എന്നുള്ള എന്തെങ്കിലും കഴിക്കും. അത് ഞാൻ എന്തെങ്കിലും നിർബന്ധിച്ചു കഴിഞ്ഞാൽ മാത്രം. ഷുഗറും പ്രഷറും അടക്കം അസുഖങ്ങളൊക്കെ ഒരുപാടുള്ള ആളാ. സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുന്ന റിസ്ക്കാ. ഇന്ദ്രേട്ടനൊന്ന് പറഞ്ഞ അമ്മ അനുസരിക്കും. ഞാൻ പറഞ്ഞ ഒന്നും ശരിയാവില്ല. പിന്നെ അതീ പിടിച്ച് വർത്താനവും. അത് വേണ്ട. അമ്മയുടെ ഭക്ഷണ കാര്യങ്ങള് നീ തന്നെ നോക്കിയാൽ മതി. അത് നിന്റെ ഉത്തരവാദിത്തമല്ലേ ഇപ്പോ? എന്റെ ഏട്ടാ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? ഞാൻ പറഞ്ഞാൽ അനുസരിക്കാതെ തന്നിഷ്ടം കാണിച്ചാൽ ഞാൻ എന്ത് ചെയ്യാനാ? കൊച്ചുകുട്ടിയാണെങ്കിൽ വഴക്ക് പറയോ വടിയെടുത്ത് പേടിപ്പിക്കുകയോ ചെയ്യാം. ഇത് അമ്മയല്ലേ, പറയുന്നതിനൊരു പരിധിയില്ലേ? ഇന്ദ്രേട്ടാ, സോന പറഞ്ഞതാ ശരി. നമ്മുടെ അമ്മയുടെ വാശിയും ദേഷ്യവും ഒക്കെ മറ്റാരേക്കാളും നന്നായി ഇന്ദ്രേട്ടനല്ലേ അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ അമ്മയുടെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. അല്ല ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ? തിന്നാനും കുടിക്കാനും ഇല്ലാഞ്ഞിട്ടോ കൊടുക്കാഞ്ഞിട്ടോ ഒന്നും അല്ലല്ലോ, വേണ്ടാഞ്ഞിട്ടല്ലേ? കൊറേ നേരം ആയല്ലോ ഇവിടെ തുടങ്ങിയിട്ട്. എന്നെ ഊട്ടാനും ഉറക്കാനും ഒന്നും ആരും കഷ്ടപ്പെടണ്ട. ഇവിടെ സുശീല കുറെ ജീവിതം കണ്ടവളാ. അതുകൊണ്ട് ആരും പഠിപ്പിക്കാനൊന്നും വരേണ്ട കാര്യമില്ല. ഡാ, എന്താ നിന്റെ ഉദ്ദേശം? എന്ത്? ഭക്ഷണം കഴിക്കുന്ന കാര്യമാണോ? ദേ, അല്ല, നീയൊക്കെ കൂടി എന്നെ ഈ വീട്ടിൽ തടവിലാക്കാന്നാണോ കരുതുന്നേ? അങ്ങനെയാണ് അമ്മയ്ക്ക് തോന്നുന്നെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ആയത് എന്ന് ചിന്തിക്കുന്നത് നല്ലതാ. എടാ, ആരുടെ അടിമയായിട്ട് ഇവിടെ തടവി കിടക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. ആയിക്കോട്ടെ. ഡാ, ഇനി എന്നെ ഇങ്ങനെ തടവിലിടാൻ പറ്റേയില്ല. എനിക്ക് അമ്പലത്തിൽ പോണോന്ന് ഭഗവാനെ കണ്ട് പ്രാർത്ഥിക്കണം. പുറത്തിറങ്ങി എനിക്കൊന്ന് ശുദ്ധമായി ശ്വസിക്കണോന്ന്. ഇതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം എനിക്ക് വേണം. അമ്മയ്ക്ക് ഇവിടെ ഒരു സ്വാതന്ത്ര്യക്കുറവില്ല. എവിടെ വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും പോവാം. പക്ഷേ ഒറ്റയ്ക്കല്ല. അതെന്താണോ ഞാൻ ഒറ്റയ്ക്ക് പോയാല്?